മമ്മിക്ക് എന്നെ വിശ്വാസമായോ? അർജുൻ, നീ ഇങ്ങനെ ബോൾഡ് ആയിട്ട് നിന്ന അവള് നിന്റെ 7 അയലത്ത് പോലും വരില്ല. അതെനിക്കറിയാം മമ്മി. ഇനി ഞാൻ ബോൾഡായിരിക്കും. അപ്പൊ അർജുൻ മോൻ ഇനി ഇവിടുന്ന് തൽക്കാലം എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ എങ്ങോട്ടും പോകില്ല മമ്മി. ഇനി പോകുന്നെങ്കിൽ ഞാനും മമ്മി ഒരുമിച്ച് ഇവിടുന്ന് പോകും. ശരി. ദൈവമേ, തലക്കാലം രക്ഷപ്പെട്ടു. എന്തൊക്കെ അടവെടുക്കണം ഇവിടെ നിന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ. ഇനി ത്രിവേണിനെ എങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിക്കും? കള്ളപ്പപ്പ, എന്നെ ഇവിടെ പാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരവസരം പോലും ഒഴിവാക്കരുത് കേട്ടോ. നിന്നെ പാക്ക് ചെയ്യാൻ കിട്ടുന്ന എല്ലാ അവസരവും ഞാൻ യൂസ് ചെയ്യും. സപ്പോർട്ടോ ചെയ്യുന്നില്ല, അപ്പക്ക് ഉപദ്രവിക്കാണ്ടെങ്കിൽ ഇരുന്നൂടെ? എടാ ചക്ക, ഇന്നലെ വരെ എനിക്കൊരു ചെറിയ ഹോപ്പ് ഉണ്ടായിരുന്നു ത്രിവേണി നിന്റെ വലയിൽ വീഴുന്നു. ഇന്നത്തെ നിന്റെ പെർഫോമൻസിലൂടെ ആഹാ, അവള് നിന്നെ ഓട്ടിച്ചിട്ട് തല്ലും. നീ മറന്നേക്കട അവളെ. ഞാൻ കുറച്ച് ഓവറായല്ലേ? കുറച്ചൊന്നുമല്ല, വല്ലാതെ ഓവറായി. വിട്ടുകള, കഴിഞ്ഞു, ഫിനിഷ്. ഇല്ല പാപ്പ, എന്തായാലും ഞാൻ തുണിഞ്ഞിറങ്ങി. ഇനി ഇത് സെറ്റാക്കിട്ടെ ഞാൻ വരും. നീ എത്ര നാൾ നിന്റെ മമ്മിയോട് ഇതേ ഡയലോഗ് അടിച്ച് പറ്റിച്ചുകൊണ്ടിരിക്കുന്ന എനിക്കൊന്ന് കാണണം. എന്നാലും കുറച്ച് കൂടിപ്പോയി. ഞാൻ അത്രക്കൊന്നും പറയണ്ടായിരുന്നു. ഞാൻ അവളുടെ മുഖത്ത് എങ്ങനെ നോക്കും? ചേട്ടൻ എന്റെ അമ്മേനെ പോലെ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങിയ? ആ, ഇപ്പൊ ഒറ്റയ്ക്ക് സംസാരിക്കാൻ ഗതികേടായി. എന്തോ ചേട്ടാ? നിങ്ങളുടെ കുഞ്ഞമ്മ എന്നെ ഓടിക്കാൻ ഒരു നമ്പർ ഇറക്കി, ഞാനപ്പോ തിരിച്ചൊരു നമ്പർ ഇറക്കി. അതിപ്പോ ഇങ്ങനെയായി. ഒന്നും മനസ്സിലായില്ല, ഒന്ന് ക്ലിയർ ആയി പറയാൻ പറ്റോ? അതായത് നിങ്ങളുടെ കുഞ്ഞമ്മ എന്നോട് പറഞ്ഞിടാൻ വേണ്ടിട്ട് എൻ്റെ മമ്മിയുടെ അടുത്ത് പറഞ്ഞു, ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ എന്നെ വളയ്ക്കും, വെറുതെ വിടില്ല എന്നൊക്കെ. ഇത് കേട്ട് മമ്മി എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മമ്മി എൻ്റെ ഒപ്പം വാ, അവളുടെ മുമ്പിൽ വെച്ച് എനിക്ക് അവളോട് 2 വർത്താനം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ വായി തോന്നൊക്കെ വിളിച്ചു പറഞ്ഞു. ഇനി ഞാൻ അവളുടെ മുഖത്ത് എങ്ങനെ നോക്കും പറ? ഓ, ഇത്രയുള്ള കാര്യം? ഇത്ര ഉള്ളോന്നാ? ചേട്ടാ, അതിന്റെ കാര്യം ചെയ്താൽ മതി. ചേട്ടൻ കുഞ്ഞമ്മയുടെ മുഖത്തേക്ക് നോക്കണ്ട, പ്രശ്നം തീർന്നില്ലേ? കോമഡി പറഞ്ഞൊന്ന് പോയേ. ചേട്ടാ ശരിക്കും സീരിയസ് ആണോ? എന്റെ പൊന്നു ദേവു, ഞാൻ സീരിയസ് ആണെന്ന് ദേവിന് തോന്നണില്ലേ? കുഞ്ഞമ്മേരിക്ക പറഞ്ഞായിരുന്നു എന്ത്? ചേട്ടൻ ഇൻസ്റ്റയിൽ ഫുൾ പെൺകുട്ടികളായിട്ട് നിൽക്കുന്ന ഫോട്ടോ ഇട്ടിട്ടുണ്ടെന്ന്. അതൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണ്. നിങ്ങൾ പുതിയ പിള്ളേരല്ലേ, നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലായില്ലേ? മനസ്സിലാവുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെ സഹായം ചെയ്തിട്ടുണ്ട്. ഈ ചേട്ടന് വേണ്ടി എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ നിങ്ങൾക്ക് തോന്നിയോ? ഏട്ടന് എന്ത് സഹായം വേണ്ടത്? നിങ്ങൾ അധികം ഒന്നും ചെയ്യണ്ട. നിങ്ങൾ കുഞ്ഞമ്മയുടെ അടുത്ത് പോയി പറയണം, ചേട്ടൻ അപ്പോഴത്തെ സാഹചര്യം കൊണ്ടൊന്ന് പറഞ്ഞു പോയതാണ്, ഇനി അങ്ങനെ ആവർത്തിക്കില്ല എന്നൊക്കെ. ഈ ഒരു സഹായം വേണം നമുക്ക് ചെയ്യാം അല്ലേ ചേച്ചി? ശരിക്കും ചെയ്യോ? ഹാ, നമുക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തല്ലേ, ചെറിയൊരു സഹായം ചെയ്യാം. അത് മതി. ഞങ്ങൾക്ക് സമയം കിട്ടുവാച്ചാ കുഞ്ഞമ്മയോട് വരാം. അത് മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. അതെ, ഒരുപാടൊന്നും സന്തോഷിക്കണ്ട. ഇതൊക്കെ കുഞ്ഞമ്മയോട് പറയാൻ ഒരു അവസരമൊക്കെ ഒത്തു വരണം. അതുവരെ അടങ്ങി ഒതുങ്ങിയൊക്കെ ഇരുന്നോണം, കേട്ടല്ലോ? ആ, അത് ഡീൽ. അല്ല, നിങ്ങൾ എന്റെ മമ്മിയുടെ വീക്ക്നെസ് നോക്കി പോയിട്ട് എന്തായി? അത് വേറെ വഴിക്ക് നടക്കുന്നുണ്ട്. അതെന്താ നിങ്ങൾ പറഞ്ഞില്ലല്ലോ. ഇപ്പൊ ഏതാ വേണ്ടേ? കുഞ്ഞമ്മയോട് ഇത് പറയണോ അല്ല മായമ്മയുടെ കാര്യം അറിയണോ? എന്റെ പൊന്നോ, കുഞ്ഞമ്മയുടെ കാര്യം അറിഞ്ഞാ മതിയേ. ആ, അങ്ങനെ പറ. മോളെ ത്രിവേണി, നിന്റെ റൂമിന്റെ ലോക്ക് ശരിയായോ? ഇത്രയും കാലം ഒരു കുഴപ്പമില്ലാത്ത ഡോറായിരുന്നു. നിങ്ങക്ക് എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. സത്യം പറയടി, നിന്റെ റൂമിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നാ? ആന്നേ, ഉണ്ടായിരുന്നു. എന്താ? എനിക്കറിയാടി. അതാരായിരുന്നു? അതൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ട് എന്തിനാ? നീ പറയണ്ട, എനിക്കറിയാം. അർജുനല്ലായിരുന്നോ കൂടെ? ആഹാ, എല്ലാം അറിയാലോ. ആ, അറിയാം. എന്നാ സത്യത്തിൽ അങ്ങനെയല്ല. അവൻ വേണ്ട വേണ്ടെന്ന് കുറേ തവണ പറഞ്ഞതാ. ഞാൻ അവനെ വലിച്ചു കയറ്റി ഡോറ് കുറ്റിയിട്ടത്. നീ കൊള്ളാലോടി മോളെ.
ഞാൻ കൊള്ളാം, അതെനിക്കറിയാലോ. നിങ്ങൾ അന്ന് പറഞ്ഞ പോലെ പുളിങ്കൊമ്പി തന്നെ പിടിക്കാൻ എന്റെ പ്ലാൻ. ഇനി നിങ്ങൾക്ക് വേറെ വല്ലതും അറിയണോ? ഇവളാള് കൊള്ളാലോ. ഏട്ടത്തിയുടെ അതേ കുരുട്ട് ബുദ്ധി അതേപോലെ ഇവക്കും കിട്ടിയിട്ടുണ്ട്. എന്താടി എന്ത്? പിന്നെ വഴക്കിട്ടാ? ഞാൻ വഴക്കൊന്നും ഇട്ടില്ല. ഞാൻ നേരത്തെ മുകളിൽ വെച്ചൊരു കാര്യം പറഞ്ഞപ്പോ നിങ്ങൾ പിടിച്ചു വലിച്ചോണ്ട് അങ്ങോട്ട് പോയില്ലേ? അവളിപ്പൊ എന്നോട് പറഞ്ഞു കേട്ടോ നിങ്ങള്, ആ റൂമിലെ അർജുനും ഉണ്ടായിരുന്നു. അർജുന? ആ, അവൻ കൈവിട്ട് പോയി പ്രകാശേട്ടാ. ഇത് ഞാൻ നിങ്ങളുടെ കുഞ്ഞമ്മയോട് പറഞ്ഞപ്പോഴേ അവരെന്താ പറഞ്ഞേ? അവൻ എന്റെ മോനാണ്, അവൻ അങ്ങനെയൊന്നും കൈവിട്ട് പോവില്ല എന്തൊക്കെയായിരുന്നു. എങ്ങനെ ഇരിക്കുന്നു? അവൻ കൈവിട്ട് പോയി പ്രകാശേട്ടാ. ശരിക്കും ത്രിവേണി നിന്നോട് പറഞ്ഞ അർജുൻ റൂമിലുണ്ടായിരുന്നു? ആ പ്രകാശേട്ടാ, അവൾ അങ്ങനെ പറഞ്ഞേ. മണ്ടൻ. അത് തന്നെ ഞാനും ആലോചിക്കുന്നേ. അവന് വേറൊരു പണിയുമില്ലേ ഇവളുടെ പിന്നാലെ അടക്കാൻ? മണ്ടൻ തന്നെ. നിങ്ങളെ അവനെ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. എടാ ഇത്തവണ ഞാനില്ലടാ. എടാ അതല്ല, കുറച്ച് പണിയുണ്ട് ഇവിടെ, അതാണ്. ആ ശരിയാ, ഞാൻ പറഞ്ഞിട്ട് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തത്. ഇല്ല, നിങ്ങൾ ഈ പ്രാവശ്യം പോയിട്ട് വാ, അടുത്ത പ്രാവശ്യം ഞാൻ വരാം. അടുത്ത പ്രാവശ്യം എന്തായാലും വരാം. ഓക്കേടാ, ശരി, ഓക്കെ, ബൈ. പ്രകാശ് ചേട്ടാ. നീ എന്തൊരു മണ്ടനാടാ. എന്തു പറ്റി? എടാ ഞങ്ങളെല്ലാവരും വരുമ്പോ നീ ആ ത്രിവേണി റൂമിലുണ്ടായിരുന്നാ? ആ ചേട്ടൻ അങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞ്. അതറിയാണ്ട് പറ്റിപ്പോയതേട്ടാ. ഇതാ ഞാൻ പറഞ്ഞേ നീ ഒരു മണ്ടനാണെന്ന്. ഇനി അത് ആവർത്തിക്കില്ല, ഇനി ശ്രദ്ധിച്ചോളാം. അതല്ലടാ ഞാൻ പറഞ്ഞേ, നല്ലൊരു അവസരമല്ലേ നീ കളഞ്ഞത്. അവസര? എനിക്ക് മനസ്സിലാവണില്ല, എന്തേ? എടാ നീയും ത്രിവേണിയും കൂടി ഒരുമിച്ച് ആ റൂമിൽ നിന്ന് ഇറങ്ങി വന്നത് കണ്ടിരുന്നെങ്കിലേ എനിക്കതിൽ ഇടപെട്ടിട്ട് നിങ്ങളുടെ കല്യാണം വരെ എത്തിക്കായിരുന്നു. ആ അവസരമല്ലേ നീ കളഞ്ഞതുകൊണ്ടേ. ഓ, ഇങ്ങനൊരു ഐഡിയ ഉണ്ടായിരുന്നാ? പക്ഷേ അതൊന്നുകൂടി കയറിയാല. ഒരു പ്രശ്നം കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഒരു ഗ്യാപ്പ് എടുക്കാം, എന്നിട്ട് നമുക്ക് പ്ലാൻ ആക്കാം. ഓക്കെ. നീ അവളെ നല്ലതുപോലെ നോക്കില്ലേ? പ്രകാശ് ചേട്ടാ, പ്രകാശ് ചേട്ടൻ എന്നെ വിശ്വാസമില്ലേ? ശരിയെന്നാ. നല്ലൊരു അവസരമായിരുന്നല്ലേ, മിസ്സാക്കി. മായ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം എനിക്കും ആവണിക്കും ഒന്നിക്കാൻ പറ്റില്ല. പോരാത്തതിന് മായ ആവണിയും തമ്മിൽ ഇപ്പൊ നല്ല അടുപ്പത്തിലുമാണ്. അതത്ര നല്ലതിനല്ല. ഇതൊന്നും ഇതൊരു അയച്ചു കളറായില്ല അച്ഛാ. ഇത് കൈ കിടക്കുന്നോണ്ടല്ലേ ആവണി എന്നെ ഇപ്പൊ ശരിക്കും ശ്രദ്ധിക്കുന്നത്. അതും പറഞ്ഞ പുറകെ വരല്ലേ എന്നല്ലേ അമ്മ പറഞ്ഞേ? ആ, എന്തൊക്കെ പറഞ്ഞാലും തൽക്കാലം അവളിപ്പോ എന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നില്ലേ. അങ്ങനെ തന്നെ പോട്ടെ. എപ്പോഴാ പഴയതൊക്കെ മറക്കുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഓ, അതാണോ അച്ഛൻ ഇവിടെ ആലോചിച്ചോണ്ടിരിക്കുന്നേ? അതല്ല, വേറൊരു കാര്യം. വേറെന്ത് കാര്യം? നീയല്ലേ പറഞ്ഞത് മായനെ കൂടുതൽ അറിയാൻ വേണ്ടി നീ എന്തോ വലിയ പദ്ധതിയൊക്കെ ഇടുന്നുണ്ടെന്ന്? ഉണ്ടോന്ന് വർക്കൗട്ട് ആയില്ലേ? അതൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങള് മായമ്മേട്ടങ്ങ് അടുത്തു. ഇപ്പൊ അമ്മയെ മായമ്മയായിട്ട് ഒരു പ്രശ്നവും ഇല്ല. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. മായ ആവണയായിട്ട് എടുത്തു കഴിഞ്ഞാലേ ഈ മായ ഈ അടുത്തൊന്നും വീട്ടിൽ നിന്ന് പോവില്ല. ഈ മായ ഉള്ളിടത്തോളം കാലമേ എനിക്ക് ആവണിക്ക് ഒന്നിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആ ബെസ്റ്റ്. ഞങ്ങള് വിചാരിച്ച് മായമ്മ സോഫ്റ്റ് ആയ എല്ലാ സത്യവും പറയൂന്നാ. അവൾ എത്ര സോഫ്റ്റ് ആയാലേ സത്യം പറയില്ല. എനിക്ക് അവളെ കുഞ്ഞിലെ തൊട്ട് അറിയുന്നതല്ലേ. അവള് സത്യം പറയണമെങ്കിലേ അവൾ ഇറിറ്റേറ്റ് ചെയ്യണം. എന്നാലേ ആ ദേഷ്യത്തിൽ അവള് സത്യം മൊത്തം പുറത്തു പറയുള്ളൂ. അങ്ങനെയൊക്കെ വിളിച്ചു പറയോ? എനിക്ക് തോന്നില്ല. അവള് പറയും.
അച്ഛാ, അച്ഛന്റെ വഴിക്ക് മായമി ഇറിറ്റേറ്റ് ഞങ്ങള് സോഫ്റ്റ് ആയിട്ട് തന്നെ നിൽക്കാം. രണ്ട് വഴിക്ക് പോട്ടെ. നമ്മുടെ ലക്ഷ്യം എന്താ? സത്യം അറിയണം, അത്രയല്ലേ ഉള്ളൂ, അല്ലേ? അച്ഛന് വല്ല പ്ലാൻ ഉണ്ടോ? എനിക്ക് പ്ലാനൊന്നുമില്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ. അവളെ ഇവിടെ നിന്ന് ഓടിക്കണം, എന്നാലേ എല്ലാം ശരിയാവുള്ളൂ. മായ, അവനെ പറഞ്ഞു വിടുന്ന നല്ലത്. ആര്? അർജുനെ. എന്തിനാ വെറുതെ ഓരോ പ്രശ്നം? പ്രശ്നമോ? എന്ത് പ്രശ്നം? ത്രിവേണി പ്രശ്നം, വേറെന്ത്? ഓ അതോ? എന്റെ കിഷോർ ത്രിവേണി ഓരോന്ന് പറയണം പറഞ്ഞ് നമുക്ക് നമ്മുടെ മോനെ ഇവിടുന്ന് പറഞ്ഞിടാൻ പറ്റുമോ? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവൻ ക്വാളിഫൈഡ് ആണ്, അവനൊരു ഡോക്ടറാണ്, അവൻ പോയി ജോലി ചെയ്യട്ടെ. പിന്നെ യശോദ നമ്മുടെ മരണം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? പിന്നെ എന്തിനാ അവൻ ഇവിടെ നിൽക്കുന്നത്? അവൻ പോയി ജോലി ചെയ്യട്ടെ. എന്നാ കിഷോർ നിങ്ങൾക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ? അവനോട് പോകാൻ പറഞ്ഞാ പോരെ? അതെന്താ നിങ്ങൾ പറഞ്ഞ അവൻ കേൾക്കൂലേ? നീ പറഞ്ഞാലേ കേൾക്കും. നീ ഒന്ന് പറ. എന്നാ ശരി, ഞാൻ അവനോട് സംസാരിക്കാം. കിഷോറേട്ടാ, മായമ്മ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? പറയ്. രണ്ടുപേരോടും ഇതിനു മുമ്പ് ഈ കാര്യം പറഞ്ഞതാ, പക്ഷേ കാര്യം ഉണ്ടായില്ല. എന്റെ അഞ്ജു, നീ വളച്ചു കിട്ടാത്ത കാര്യം എന്താ വെച്ചാ പറയും. എല്ലാ പേരൻസിനും അവരുടെ മക്കളെ നല്ല വിശ്വാസമായിരിക്കും, അതൊക്കെ ശരി തന്നെയാ. പക്ഷേ എന്താ അഞ്ജു പറയേ? ത്രിവേണി ഇന്നലെ പറഞ്ഞില്ലേ അവളുടെ റൂം ലോക്കായി പോയിന്ന്? സത്യത്തിൽ ആ റൂം ലോക്ക് ആയിരുന്നില്ല മായമ്മ, ആ റൂമിൽ അർജുൻ ഉണ്ടായിരുന്നു. എനിക്കറിയില്ല. അഞ്ജു, അനാവശ്യം പറയരുത്. നീ കണ്ടോ അതിനകത്ത് അർജുനുള്ള കാര്യം? കണ്ടോന്ന്? എന്നെ വേണേ തല്ലിക്കോ, കഴുത്തിന് ഊത്തി പിടിച്ചോ, എന്നാലും സാരയില്ല മായമ്മ, ഇതൊക്കെ സത്യാണ്. കിഷോർ അറിയില്ലെന്ന് പറഞ്ഞില്ലേ? നിനക്കിതെങ്ങനെ അറിയാം? എനിക്കൊരു ചെറിയ സംശയം തോന്നിയിട്ട് ഞാൻ ത്രിവേണിയോട് ചോദിച്ചു. അവിടെ തന്നെയാ ഇതൊക്കെ പറഞ്ഞത്. എന്നെ വെല്ലുവിളിക്കുകയും ചെയ്തു. മായേ, ഇതിനി പരിഹാരം ഞാൻ പറഞ്ഞത് തന്നെയാ. അവൻ പോട്ടേന്ന്. അതാ നല്ലത് കിഷോറേട്ടാ. നമ്മുടെ ചെക്കനല്ലേ, അത് നമ്മളെ നോക്കണ്ടേ? അതുകൊണ്ടാ മായമ്മ കഴുത്തിന് കുത്തി പിടിക്കുന്ന അറിഞ്ഞിട്ടും ഇതൊക്കെ ഞാൻ വന്ന് പറഞ്ഞത്. ത്രിവേണി ഇങ്ങോട്ട് വന്നേ. എന്താ മായമ്മ? അഞ്ജു പറഞ്ഞ സത്യമാണോ? അതിന് അഞ്ജു ചേച്ചി എന്താ പറഞ്ഞെന്ന് എനിക്കറിയില്ലല്ലോ, പിന്നെ സത്യമാണോ ഞാൻ ഇങ്ങനെ പറയാ? നീ ഒന്നും അറിയാത്ത പോലെ കാണിക്കില്ല ത്രിവേണി. നീ ഇന്നലെ കിച്ചണിൽ വെച്ച് പറഞ്ഞു തന്നെയാ ഇവരുടെ അടുത്ത് ഞാൻ പറഞ്ഞത്. കിച്ചണിൽ വെച്ചോ? കിച്ചണിൽ വെച്ച് ഞാൻ എന്താ പറഞ്ഞേ? നീ ഉരുണ്ട് കളിക്കല്ലേ? നീ ഇന്നലെ കിച്ചണിൽ വെച്ച് പറഞ്ഞില്ലേ നിന്റെ കൂടെ റൂമിൽ അർജുൻ ഉണ്ടായിരുന്നു? എന്റെ പൊന്നു മായമ്മ, ഇവർ തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്. ഇവർ ഇന്നലെ അടുക്കളയിൽ വെച്ച് ഇത് എന്നെ ചോദിച്ചോണ്ട് എന്റെ പുറകെ നടക്കായിരുന്നു. സഹിക്കാൻ വയ്യാണ്ട് ഞാൻ പറഞ്ഞു പോയതാ, അല്ലാണ്ട് മായമ്മ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. മായമ്മ ഇവിടെ വെറുതെ കള്ളം പറയുന്നതാ. നീ കള്ളം പറയുന്നോടി. മായമ്മ, ഇനിയൊരു പ്രശ്നത്തിന് നിൽക്കൂലെന്ന് എന്റെ ചേച്ചിക്ക് വാക്ക് കൊടുത്തതാ. ഇനിയൊരു പ്രശ്നത്തിന് നിൽക്കാൻ എനിക്ക് വയ്യതാനും. എന്നെ വെറുതെ വിട്ടേക്ക് പ്ലീസ്. ഇവർ തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്. ഇവരെ ചങ്ങലക്കിടേണ്ട സമയം കഴിഞ്ഞു. അവളെ വിശ്വസിക്കട്ടെ മായമ്മ. ഇനി മേല എന്റെ കൺമുമ്പിൽ നിന്നെ കണ്ടുപോകും. കേറിപ്പൊടിയത്ത് കേറിപ്പോകാൻ കൂടിയകത്ത്. ഇനി മേല എന്റെ മോനെ കുറിച്ച് അനാവശ്യം പറഞ്ഞുണ്ടല്ലോ. പൊടി അഞ്ജു ചെല്ലാൻ.
കിഷോർ, ഇവർക്കൊക്കെ എന്തിന്റെ അസുഖമാണ്? എന്തിനാണ് വേറെ നമ്മുടെ മോനെ കുറിച്ച് ഇങ്ങനെ അനാവശ്യം പറയുന്നത്? നമ്മളാ മോൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവനെ പറഞ്ഞു വിടാൻ പറഞ്ഞത്. അതൊന്ന് ആലോചിച്ച് ഒന്ന് സംസാരിക്കാൻ വേണ്ടി. അത് ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞ് ഇവരെ വാക്ക് കേട്ടിട്ട് ഞാൻ അവനെ പറഞ്ഞു വിടില്ല. എന്താ നിങ്ങൾ പറഞ്ഞു വിടണം അവനെ? സംസാരിച്ച് ധാരണയാക്കിയിട്ട് ഞാൻ അവനെ പറഞ്ഞു വിട്ടോ. നിക്കടി അവിടെ. എന്താ നീ പറഞ്ഞത്? എന്നെ ചങ്ങലക്കിടണെന്നാ? എന്നെ അല്ലടി നിന്റെ. എന്തേ നിർത്തിക്കളഞ്ഞേ? പറയേ. എന്താടി? എനിക്കറിയില്ല ചേച്ചി, വെറുതെ എന്നെ ഇവിടെ പിടിച്ചെടുത്തേക്കുവാ. എന്താ അഞ്ജു, എന്താ നിന്റെ പ്രശ്നം? ഇതൊന്നും അത്ര നല്ലതല്ല. ഏത്? എല്ലാ കാലവും മായാമതി പെണ്ണുപിടാൻ നീ പറയുന്നത് മാത്രം വിശ്വസിക്കുന്ന നീ വിചാരിക്കണ്ട. എന്നെങ്കിലും ഞാൻ പറയുന്നതും വിശ്വസിക്കൂ. എന്തൊക്കെയാടി നീ പറയുന്നത്? നിങ്ങളൊന്നും അറിയാത്ത പോലെ ഇരിക്കുന്നതല്ലേ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നിന്നോട് ഞാനൊരു കാര്യം പറയാം. നിന്റെ ചുറ്റിക്കളി എല്ലാം പൊക്കി ഞാൻ ആ മായാവതി പെണ്ണുമ്പിളയെ കാണിച്ചിരിക്കും. അതെന്റെ വാശിയാ. അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും. നിങ്ങൾക്ക് എന്നെ നല്ല പോലെ അറിയാലോ. ഞാൻ എന്തും ചെയ്യും. എനിക്ക് വട്ടാണല്ലേ? എന്നെ ചങ്ങലക്കിടണല്ലേ? ശരിയാക്കി തരാടി, ശരിയാക്കി തരാം. എന്താടി എന്താടി നീ ഒപ്പിച്ചത്? ഞാനൊന്നും ഒപ്പിച്ചു വെച്ചില്ല ചേച്ചി. ഇതേ വെറുതെ കള്ളം പറയാൻ നിൽക്കരുത്. അവര് ചുമ്മാ പിച്ചുമ്പയും പറയുന്ന. പിച്ചുമ്പയോ? വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറയോ? നിനക്ക് ഞാൻ ലാസ്റ്റ് വാണിംഗ് തന്നതാ. എന്റെ ചേച്ചി ഒന്നുമില്ല. ചേച്ചി പറഞ്ഞ പിന്നെ ഞാൻ ഒരു പ്രശ്നത്തിനും പോയിട്ടില്ല. ഇനി പൊന്നുമോക്ക് വല്ല ഒപ്പിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിലേ എല്ലാ സാധനവും പാക്ക് ചെയ്ത് വെച്ചിട്ട് വേണം ഒപ്പിക്കാൻ. അത് കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങ് ഇറങ്ങാലോ. അല്ല ചേച്ചി ഇപ്പൊ എങ്ങോട്ട് ഇറങ്ങിയതാ? അറിഞ്ഞിട്ടതിനാ പറയേച്ചി. എങ്ങോട്ട് പോകാൻ ഇറങ്ങിയതാ? ഞാൻ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാ. എന്നാ വാ ഫുഡ് കഴിക്കാം. വാ. മതിയോ? ചമ്മന്തി കിട്ടേ? മതി മതി. ആ മതി. അച്ഛാ ഞാൻ വേണമെങ്കിൽ വരി തരാം. ഓ വേണ്ട, നിങ്ങൾ രണ്ടുപേരും പൊക്കോ. എനിക്ക് ആ പണി ഒന്ന് വരുത്തരും. എന്നാ വാ ചേച്ചി, അമ്മ വന്നിട്ട് അച്ഛനും ആരും കൊടുത്തോളൂ. എന്തു പറ്റിയേട്ടാ? ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ സഹായിക്കണോ? എടാ പോടാ, നീ പോ. നീ നിന്റെ പാട് നോക്കിപ്പോ. മനുഷ്യനോട് ഓരോന്നും എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് അവന്റെ. ചേട്ടാ ചൂടാവണം എന്തിനാ? ഞാൻ ചൂടായില്ല. എനിക്ക് നിന്റെ സഹായം ഒന്നും വേണ്ട. നീ ചെല്ലി. ഇതെന്ത് പാട്? ഞാൻ ഒരു സഹായം വേണമെന്നല്ലേ ചോദിച്ചോളൂ. ആ വേണ്ട. കണ്ടു കൈ ഓടിയണായിരുന്നു. കൈ ഇതുവരെ ശരിയായില്ലേ? ഇല്ല, അതുപോലെയല്ലേ കൈ പിടിച്ച് തിരിച്ചത്. കൈ ഊരിപ്പോവാഞ്ഞ ഭാഗ്യം. എന്നാ ചേച്ചി മോഹനേട്ടന് ഫുഡ് വാരി കൊടുക്ക്. ഞാൻ നമുക്കുള്ള പ്ലേറ്റ് എടുത്തിട്ട് വരാം. നിങ്ങക്ക് കൈക്ക് വേദനയുണ്ടോ? വേദനയുണ്ട്. കഴിക്കാൻ പറ്റാത്തത്ര വേദനയുണ്ടോ? കഴിക്കാൻ പറ്റാത്തത്ര വേദനയുണ്ട്. കുഴപ്പമില്ല. അവനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഈ വേദന സഹിച്ച് ഞാൻ കഴിച്ചോളാം. അത് വേണ്ട. മാളു ഇവിടെ വാ. എന്താ അമ്മ? നിന്റെ അച്ഛന് കൈക്ക് വയ്യാതിരിക്കുന്ന നീ കണ്ടില്ലേ? പിന്നെന്ത് വാരി കൊടുക്കാത്തത്? ആ ഫുഡ് വാരി കൊടുക്ക്. കൊടുക്കടി. ഞാൻ ഇപ്പൊ വാഷ് ചെയ്തിട്ട് വരാം. ആ
അച്ഛാ ദാ. നീ അതോടെ വെച്ചിട്ട് ചോറിങ് എടുക്ക. ആ തുറക്ക അച്ഛാ. ഇതിന്റെ ഇടയ്ക്കട ബ്ലോക്കിന്റെ ഇടയിൽ ഞാൻ കഴിക്കും. ആ ഞാൻ എടുക്കാം. ഞാൻ എടുത്തരാം. എരിവുണ്ടോ? കൂട്ടണ്ട. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഇല്ലമ്മ, ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ദാ അച്ഛാ. കാണിച്ചരാ കേട്ടോ. ത്രിവേണി പ്ലീസ്. തനിക്ക് എന്താടോ വേണ്ടേ? ത്രിവേണി, ഞാൻ എൻ്റെ അപ്പോഴത്തെ സാഹചര്യത്തിൽ പറഞ്ഞു പോയതാ. താൻ എൻ്റെ അവസ്ഥ കൊണ്ടൊന്ന് മനസ്സിലാക്കുക. എന്റെ പൊന്ന് സഹോദരാ, സഹോദരനാ? എൻ്റെ പൊന്ന് ത്രിവേണി, ചങ്കിക്കൊള്ള വർത്താനൊന്നും പറയല്ലേ നീ. എനിക്ക് അതേ പറയാനുള്ളൂ. എന്റെ പൊന്ന് സഹോദര, എന്നെ വഴിക്ക് വിട്ടേക്ക്. അതെ, സഹോദരന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് സഹോദരന് ഒരു ഫൈനൽ വാണിംഗ് കിട്ടിയിട്ടില്ലേ, അതേപോലെ എനിക്കും എന്റെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഒരു ഫൈനൽ വാണിംഗ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തോർത്ത് എന്നെ പാട്ടിന് വിട്ടേക്ക്. അത് മാത്രല്ല, തന്റെ പിറകെ ഒരുപാട് ക്വാളിറ്റി ഉള്ള പമ്പിളേർ നടക്കണമെന്നല്ലേ താൻ പറഞ്ഞത്? അതിന്റെ വാലി പോലും കെട്ടാൻ കൊള്ളില്ലെന്നല്ലേ താൻ എന്നെ പറഞ്ഞത്? ത്രിവേണി, ഇങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ അപ്പോൾ തന്നെ സാഹചര്യത്തിന് പറഞ്ഞു പോയതാ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെൺകുട്ടി താനാണ്. അത് മാത്രല്ല, ഏറ്റവും ബോൾഡും അതേപോലെ തൻ്റെയോടുള്ള ഒരു പെൺകുട്ടിയും താൻ തന്നെയാണ്. എനിക്ക് തന്നെ മിസ് ചെയ്യാൻ പറ്റില്ല. തനിക്കിത് തന്റെ അമ്മയോട് പറയാൻ പറ്റുമോ? മമ്മിയോടോ? എന്തേ, സഹോദരന്റെ മുട്ടിടിച്ചാ? എന്നെ പൊന്നു ത്രിവേണി, സഹോദരൻ വിളി ഒന്ന് ആദ്യം നിർത്തോ. അങ്ങനെ നിർത്തണമെങ്കിലേ താൻ തന്റെ അമ്മയോട് പറ, താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരിയും ബോൾഡ് ആയിട്ടുള്ള പെൺകുട്ടി ഞാനാണെന്ന്. അങ്ങനെ പറഞ്ഞ അങ്ങനെ പറഞ്ഞ ഈ സഹോദരൻ എന്നുള്ള വിളി ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം. ഉറപ്പാണല്ലോ? ഉറപ്പ്. ഉറപ്പല്ലേ? എന്റെ പുറകെ ഇത്രയും നാൾ നടന്നല്ലേ. തന്റെ കാര്യം പരിഗണിക്കണമെങ്കിലേ തനിക്ക് നല്ല ധൈര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നണം. ഓക്കെ, എന്നാ ഇപ്പൊ തന്നെ പോയി പറഞ്ഞേക്കാം. അല്ല, പിന്നെ പറഞ്ഞാ മതി. ഇല്ലില്ല, പിന്നെ പോരാ, ഇപ്പൊ തന്നെ പറയണം. അല്ല, എനിക്ക് തൻ്റെ ഉണ്ടെന്നൊന്നും തെളിയിക്കണല്ലോ. വാ.